ഹായ് ഫ്രണ്ട്സ്, ഒരു സർക്കാർ ജോലി സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കൊപ്പം ഞാനും ഡ്രീം PSC വിത്ത് മീ നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഡിസംബർ 28 ആദ്യഘട്ട 10th പ്രിലിംസ് പരീക്ഷയാണ്. അതിന് തയ്യാറെടുക്കുന്ന കുറേയേറെ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് ആശങ്കകൾ പങ്കുവച്ചു. ആ ആശങ്കകൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് 10ാം തരം പ്രാഥമിക പരീക്ഷയെക്കുറിച്ചും അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകളെക്കുറിച്ചുമാണ്. ഇപ്പോഴും പലരും മെസ്സേജ് അയക്കുന്നു, കോട്ടയം ജില്ലയ്ക്ക് എന്നാണ് പരീക്ഷ, കോഴിക്കോടിന് എന്നാണ് 10th പ്രിലിംസ്, അങ്ങനെയല്ല 10th പ്രിലിംസ് പരീക്ഷ നടക്കുക. 10ാം തരം പ്രാഥമിക പരീക്ഷ എന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റ് OA, PSC ഓഫീസിൽ OA, +2 ലാബ് അസിസ്റ്റൻറ്റ്, അതുപോലെ സ്റ്റോർ കീപ്പർ തുടങ്ങി കുറേയേറെ തസ്തികകൾക്ക് മെയിൻസ് പരീക്ഷ എഴുതാൻ വേണ്ടിയുള്ളവരെ തിരഞ്ഞെടുക്കുക. അതാണ് ഈ 10ാം തരം പ്രാഥമിക പരീക്ഷയുടെ ധർമ്മം. അപ്പോൾ ആ പരീക്ഷ സ്റ്റേറ്റ് വൈഡ് ആയിരിക്കും. ഓരോ ജില്ലയ്ക്ക് ഓരോ ദിവസത്തെ 10th പ്രിലിംസ് അല്ല. ആകെ സംസ്ഥാനത്ത് 10ാം തരം പ്രാഥമിക പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളവരെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത ശേഷം ഒരു വിഭാഗത്തിന് ആദ്യഘട്ടം, പിന്നെ 2ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം, ഈ 4 പരീക്ഷകളിലെയും മാർക്കുകളെ സമീകരിച്ച ശേഷമായിരിക്കും മെയിൻസ് പരീക്ഷയ്ക്ക് ആർക്കൊക്കെ എഴുതാം എന്നുള്ള തീരുമാനത്തിലെത്തുക. അത് ഓരോ ഘട്ടത്തിനും ഓരോ കട്ട് ഓഫ് ആയിരിക്കും, അല്ലാതെ ഓരോ ജില്ലയ്ക്ക് ഓരോ കട്ട് ഓഫ് ആയിരിക്കില്ല. ഇനി പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ LGSൻ്റെ സെയിം സിലബസാണ്. അതുകൊണ്ട് തന്നെ LGS പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ ഒട്ടും പ്രയാസമുണ്ടാവില്ല. പ്രിലിംസ് പരീക്ഷ എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ പ്രസ്താവനാ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ LGSൻ്റെ സിലബസ് നന്നായിട്ട് കവർ ചെയ്തവരാണ്. ഇനിയുള്ള 15 ദിവസം ഒരുപാട് സമ്മർദ്ദങ്ങൾ ചെലുത്താതെ നല്ല രീതിയിൽ മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുക. കറണ്ട് അഫെയർ LGS പോലെ 20 മാർക്കിനല്ല, 10 മാർക്കിനാണ്. അതുകൊണ്ട് തന്നെ PSC ബുള്ളറ്റിൻ്റെ 2023-24 വർഷത്തിലെ ആനുകാലികം പഠിക്കുക. ജസ്റ്റ് SCERT ചാപ്റ്റേഴ്സ് ബോക്സിലുള്ള കണ്ടൻറ്റുകളൊന്ന് വായിച്ചു പോവുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ 10th പ്രിലിംസ് നിങ്ങൾക്ക് നേടാനൊക്കും. ഇത് 100% ഉറപ്പാണ് ഈ വസ്തുത. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിലധികവും നമ്മുടെ PDF ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളവരായിരിക്കാം. ആ PDF-ലുള്ള കണ്ടൻറ്റ് അതുമാത്രം പൂർണ്ണമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് 10th പ്രിലിംസ് ക്രാക്ക് ചെയ്യാനൊക്കും. അതിനെക്കുറിച്ച് ഓവർ ടെൻഷനോ വറിയോ ഒന്നും വേണ്ട. പലർക്കും ഇനിയുള്ള പല പരീക്ഷകൾ തയ്യാറെടുക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ടെൻഷനുണ്ട്. കാരണം അടുത്ത വർഷത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും ഏജ് ഓവർ ആവുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ളവർ നന്നായിട്ട് പ്രിലിംസ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് എഴുതുക. ഇതിനൊപ്പം തന്നെ ഇതിൻ്റെ മെയിൻസ് പരീക്ഷകളെല്ലാം LDC ലെവലിലുള്ള പരീക്ഷകളാണ്. അതുകൊണ്ട് തന്നെ LDC സിലബസ് ഇപ്പോഴേ കവർ ചെയ്ത് പഠിച്ചു തുടങ്ങുക. LGSൻ്റെ സിലബസ് പഠിച്ചു തീർത്തതിനൊപ്പം ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ മതി 10th പ്രിലിംസിന്. അതിനായിട്ട് നിങ്ങൾ സമയം കളയരുത്. ഇപ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിലായിട്ടാണ് 4 ഘട്ട പരീക്ഷ നടക്കുക. അതിനുശേഷം ഏകദേശം ഒരു ജൂൺ, ജൂലൈയോടുകൂടി മെയിൻസ് കാണും. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ് പറയുന്നത്. ഇപ്പോഴേ LDC സിലബസ് അനുസരിച്ച് മെയിൻസിന് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തു കൊള്ളുക. ഇനിയൊരു ചാൻസ് ഇല്ലാത്തവർ ഈ ഒരു മെയിൻസ് ആയിരിക്കണം ലക്ഷ്യം വെച്ച് ഇന്ന് തൊട്ട് പഠിക്കേണ്ടത്. പ്രിലിംസിന് നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മുടെ ആ PDF മാത്രം പഠിച്ചാൽ മതി. PDF ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. ആ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ 100 റുപ്പീസിന് PDF നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടും. അതിൽ ആക്ച്വലി പറയുമ്പോൾ 2021 10th പ്രിലിംസ് തുടങ്ങിയപ്പോൾ 5 പരീക്ഷ, 22 5 പരീക്ഷ, 23 10 പരീക്ഷ നടന്നിട്ടുണ്ട് പ്രിലിംസിന്. അങ്ങനെ ആകെ 20 പരീക്ഷ. പിന്നെ LGS ലെവലിൽ നടന്ന 5 പരീക്ഷ, ഇപ്പോഴത്തെ LGSൻ്റെ 4 ഘട്ട പരീക്ഷ. ഇത്രയും ചോദ്യപേപ്പർ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ ഉത്തരവും അനലൈസ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത്. അപ്പോൾ പ്രിലിംസിന് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.